അപ്പോൾ ഗായ്സ് നമ്മളിവിടെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇൻട്രോ കൊടുക്കാൻ പറ്റിയില്ല, രാവിലെ നല്ല മഴയായിരുന്നു. അപ്പം നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. രാവിലെ നല്ല ക്ലൈമറ്റ് കേട്ടോ, ചിലപ്പോൾ മഴ പെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, സമയം ഇപ്പോൾ 7:12 ആയിട്ടുണ്ട്. രാവിലെ സൊമാറ്റോയിൽ ആപ്പ് കറക്റ്റ് 7:09 ഓണാക്കിയിരുന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് 7 മണി തൊട്ട് 8 മണി വരെയുള്ള ജിഗ്സ് ഇൻകംപ്ലീറ്റ് ആവും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. നല്ല മഴക്കോളുണ്ട്, ചിലപ്പോൾ പെയ്യും. നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സായി അനിദാസിനാണ്, പേരൂക്കട. പോവാ. ഇന്നത്തെ താമസിച്ചു കേട്ടോ ഓർഡർ അടിക്കാനേ. 7:45 അടിച്ചു. സാധാരണ 7:15 7:15 ആകുമ്പോൾ കിട്ടണേ. ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വിചാരിച്ച് ഇവിടെ ദോശാണ്ടിലൊക്കെ ഓർഡർ അടിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഓർഡർ അടിച്ചില്ല കേട്ടോ. നേരെ പേരൂക്കട റോഡിലോട്ട് പറഞ്ഞു കൊടുക്കാം. കാതർമഴ പൊഴിയും തീരം കാർത്തികരാവിൻ കൈ രാവിലെ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇപ്പോൾ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ട്രിപ്പ് പോകണ കാര്യം. ഫണ്ടൊക്കെ വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് വന്നില്ല, ഫണ്ട് കുറച്ച് വന്ന്, ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ സസ്പെൻസ് ആക്കി വെച്ചിരുന്നതാണ്. ഇതിൻ്റെ സസ്പെൻസ് അല്ലേ, അതൊക്കെ പോയിട്ടുള്ള സ്ഥലമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പം നമ്മളെ ഒരു എക്സ്പീരിയൻസും പിന്നെ നമുക്ക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വ്ളോഗ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ദയവായി ക്ഷമിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മുൻപരിചയമൊന്നുമില്ല വ്ളോഗ് ചെയ്യേണ്ട കാര്യത്തിൽ. അപ്പോൾ എല്ലാവരും ഇതെല്ലൊക്കെ തന്നെ പഠിക്കണല്ലേ. നമ്മൾ പോകണമെന്ന് പറയണത് ഊട്ടിയിലാണ് പോണത്. ഊട്ടി കൊടൈക്കനാൽ ആ ഒരു ഭാഗത്ത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം 2 to 3 ദിവസമാണ് മാക്സിമം. അത് സിറ്റുവേഷൻ എന്തെങ്കിലും നോക്കും, എന്നിട്ട് ചിലപ്പോൾ ഒരു 1-2 ദിവസം കൂടെ കൂടുതൽ നിൽക്കും. മാക്സിമം 2 തൊട്ട് 3 ദിവസം വരെയാണ് നിൽക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഏകദേശം ഒരു 6 മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓർഡർ എന്ന് പറയണത് ഇഡലി കോംബോയും ഒരു പൂരി സെറ്റുമാണ്. ഇതൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട്, അടിപൊളി. കൊടുക്കേണ്ടത് കൊടപ്പനക്കുന്നാണ്. നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മളെ ലൊക്കേഷൻ എത്തും. ഗൈസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി.
നോക്കട്ടെ, നമ്പർ നോക്കട്ടെ. വേറെ 11 8. ശരി, പ്രകാശ് നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ, 55 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 55 രൂപ 37 പൈസ. പോവാം. NCC റോഡ് വഴി അങ്ങ് പോവാം. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സായി അനന്താസാണ്. നമുക്ക് പോവാം. അപ്പോൾ 50 രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കി ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. 50 രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. കാപ്പി കുടിച്ചേട്ടാ, കാപ്പി ഞാൻ കൊണ്ടുവന്ന് നല്ല അടിപൊളി ദോശയും പിന്നെ വെജിറ്റബിൾ കറി. ഒരു ചായയും കൂടെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. എനിക്ക് രാവിലെ കാപ്പിലൂടെ ചായ കുടിക്കണം, നിർബന്ധമൊന്നുമില്ല, കിട്ടിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ എത്തി. പയ്യന്മാരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. 11 മിനിറ്റ് കാണിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. വെക്കാൻ നിന്ന് എടുക്കാം. $36.72. നമ്മൾ ഐറ്റം എന്ന് പറയണത് പിന്നെ പ്ലെയിൻ ദോശ, മസാല ദോശ, പൂരി ബജിയാണ്. നമുക്ക് കൊടുക്കേണ്ടത് മണ്ണാന്തല. 6.5 കിലോമീറ്റർ ഉണ്ട്. അറിഞ്ഞൂടാ, നോക്കാം. നോക്കില്ല അതൊക്കെ ഒരു ഗായ്സ്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഇതിന് കിട്ടിയിരിക്കുന്ന 117 രൂപയാണ്. അതായത് 50 രൂപ ടിപ്പ് കൂടെ കിട്ടി. ഓക്കെ, പോവാം. നെടുവങ്ങാട് പോയിട്ട്
ഉണ്ടാന്ന് നോക്ക്. ഷിഫ്റ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 11 ആണ്.